ചേച്ചി ഒരു ഒരെണ്ണം തന്നെ, ഒരു ഇത് തന്നെ. അയ്യോ, അപ്പൊ എത്ര പത്തിലേക്ക് ഇത്രയും ചായ വെള്ളം കൂടുതലാണോ? വെള്ളം കൂട്ടത്തൊന്നുമില്ല. ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ കുഞ്ഞാപ്പം വ്ളോഗ്. അവർക്ക് കണക്ക് വേണം, അവർക്ക് കണക്കറിയത്തില്ല. കാരണം എല്ലാരും എനിക്കറിയത്തില്ല. 4 ചായ പ്രത്യേകതയാണല്ലോ, അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ വേറെ പരിപാടിയില്ല, ആദ്യമായിട്ട് ഇതുപോലെ ഏലക്കകത്ത് കൊടുക്കുന്നത്. ചേച്ചിയുടെ പേരെന്നാ? മഞ്ജു. നിങ്ങൾ രണ്ടിൻ്റെയും കൂടെ സംരംഭമാണോ? ആ, നിങ്ങൾ ഫ്രണ്ട്സാണോ അതോ വല്ല? ആ അങ്ങനെയാ. എല്ലാ കൂട്ടും ആയില്ലേ? അല്ല അല്ലല്ല, ഇത് മതി, ഒരാൾക്ക് വേണ്ട. ചമ്മന്തി ചമ്മന്തി എവിടെയാണ് മോനെ വെക്കുന്നതെന്ന്? ആ, കൊള്ളാം. അവിടെ എവിടെയാണ് കഴിച്ചു നോക്കി? എങ്ങനെ നടന്നു? കാന്താരിമുളകും കൂടി കൂട്ടി കാന്താരിമുളക് കൂട്ടി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല വൈബാ. കാറ്റുണ്ടല്ലോ ഇപ്പൊ. കാന്താരിമുളകും മുളകും ഇത് എന്റെ ഉള്ളി മുളക് അല്ലേ? ഉള്ളി മുളക് അല്ലേ? കഴിഞ്ഞോടാ എന്തോ ചേമ്പിന്റെ പക്ഷേ ചേമ്പിന്റെ ചമ്മന്തി ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, ചേമ്പുണ്ടായിരുന്നു, പക്ഷെ ചേമ്പ് തീർന്നു പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. പക്ഷെ മുളക് വെച്ച് അടിപൊളിയാ അല്ലേ? ഒരു മുളക് വെച്ച് അടി കൊടുത്തോ. ഈ സ്ഥലം ഇപ്പം ഏതാ? മാതക്കാട് തിരുവഞ്ചൂര്. 4 മണിക്കാറ്റോ? ആ, ഇത് ഫേമസ് പ്ലേസാ? ആ, ഉള്ളിവട 8 രൂപ, കാച്ചിൽ പുഴുങ്ങി 25 രൂപ. അത് 50 ഗ്രാം 200 ഗ്രാം. പുഴുക്ക് 25. ചേച്ചി പുഴുക്കുണ്ടോ? ഇല്ല. ആ, ഒന്നുമില്ലേ? മെനു ചെയ്തേക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് 4 മണിക്കാരെന്നാണ്. ഞാൻ അതിന്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കണ്ടമാണ്, കണ്ടത്തിന്റെ സെന്ററിൽ കൂടെ ഒരു റോഡ്. അപ്പം ബൈപ്പാസ്. അപ്പം അതിന്റെ സെന്ററിൽ കൂടെ റോഡ്. അപ്പൊ അപ്പർ സൈഡും വെള്ളക്കെട്ട്, ഇപ്പർ സൈഡും വെള്ളക്കെട്ട്. ഞങ്ങൾ ജസ്റ്റ് കറങ്ങിയിപ്പം എല്ലാം കൂടെ നാക്കിയെടുത്താ. ഇതന്നെ ഇത് കൊള്ളാം. പുഴുക്ക് എനിക്കൊരു ഇത് വേണം. ഇത് മറ്റേ മുളക് ബജി. ആക്ച്വലി ചായ കുടിച്ച് നോക്കാൻ പറ്റിയില്ല അല്ലേ? ഇതിനാണ് ഇത്രയും വലിയ ചായ? അത് ഗ്ലാസ് വലുതാണല്ലോ. റേറ്റിനാണ് വരുന്നത്. എന്ത് ചേച്ചി, ഒരു ചായക്ക് എത്ര രൂപ മേടിക്കുന്നത്? 10 രൂപയ്ക്ക് ഇത്രയും ചായയോ? 10 രൂപയ്ക്ക് ഇത്രയും ചായയോ? ഇത് 10 രൂപയ്ക്ക് ഇത്രയും ചായ വെള്ളം കൂടുതലാണോ? വെള്ളം കൂട്ടത്തൊന്നുമില്ല. അത് കൊള്ളാം. ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയുടെ പേര്? മഞ്ജു. മഞ്ജുവും ശീലമ്മയുടെയും ഒരു സംരംഭമാണ്. പക്ഷെ എന്നാണ് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും.
എന്നിട്ട് വേണം പോയിട്ട് ഞാൻ ഇറങ്ങാം കടിക്ക്. ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ കുഞ്ഞാപ്പൻ വ്ളോഗ്. അങ്ങനെയല്ല കുഞ്ഞാപ്പൻ എടാ എന്റെ വീഡിയോ ഇവിടെ കാണുന്നുണ്ട്. ആഹാ ആ ഓ അപ്പൊ നമ്മള് വന്നത് തെറ്റിപ്പോയില്ല. ചേച്ചി ഒരു ഒരെണ്ണം തന്നെ ഒരു ഇത് തന്നെ കണക്കൊക്കെ വേണം. അയ്യോ അപ്പൊ എത്ര എന്റെ കേസ് നോക്ക്. ഇത് ഞങ്ങൾ മേടിച്ച് കഴിച്ചോണ്ടിരുന്നു, നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കഴിച്ചോണ്ടിരുന്നു. ഇപ്പഴാണ് പറയുന്നത് ഞങ്ങൾക്ക് കണക്ക് വേണം, അവർക്ക് കണക്കറിയത്തില്ല. കാരണം എല്ലാരും വന്ന് മേടിച്ച് പോകുന്നതല്ലേ, അതുകൊണ്ട് ഇവർക്ക് കണക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. ഇത് മാത്രമല്ല, ഇത് വളരെ ഫേമസ് ആയ അടുത്താണ് നമ്മൾ എത്തിയേക്കുന്നത്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇത് താരങ്ങള് ഇതേതാ സ്ഥലം എവിടെ? 4 മണിക്കാറ്റ്. അതായത് നമ്മളിപ്പോ എത്തിയേക്കുന്നത് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാടത്തിന് നടുക്കൂടെ ഒരു വലിയൊരു റോഡ് നിരന്ന് നടക്കുകയാണ്. ഇവിടെ നല്ല അത്യാവശ്യം കാറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ വരെ ഇങ്ങനെ പാടമാണ്. പാടത്തില് മൊത്തം വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം നമ്മൾ ഈ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടതാണ്. ഇപ്പം നമ്മളിപ്പോൾ കഴിച്ച കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോക്കകത്ത് ഉണ്ടല്ലേ, ഇതാണ് നമ്മളിപ്പോൾ കഴിച്ച കട. അപ്പം ആ കടയൊക്കെ അത്യാവശ്യം ഫേമസ് ആട്ടോ, കാരണം 24 ന്യൂസിനകത്തൊക്കെ വന്ന കടകളാണ്. അത്യാവശ്യം കപ്പിൾസും അതുപോലെ നല്ലൊരു റിലാക്സേഷന് വേണ്ടി വരാൻ പറ്റുന്ന ഒരുപാട് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇപ്പം ബാത്റൂം ആണെങ്കിലും ബാത്റൂം അവിടെയുണ്ട്. അങ്ങനെയൊക്കെ ഇതിപ്പം നമ്മളൊരു വണ്ടി കൊണ്ടാണോ എന്നൊക്കെ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. ഒരുപാട് പേര് ഒരു അവസാനം നമ്മുടെ ഒരു ഈവൻറ്റ് ടൈമും എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് വരുന്നുണ്ട്. ഇമ്മാരിവിടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളോ എടുത്തോ? ഇഷ്ടപ്പെട്ടില്ല. നീ നാളെ മാട്രിമോണി കൊടുക്കണം. അത് മോൻ ഇത് കൊള്ളാം, അത് കൊള്ളാം. ഇത് കൊടുക്കാൻ നേരത്ത് പറ അങ്ങനെ എങ്ങനെയാ ഫോട്ടോ എടുക്കുന്നത്? ഇപ്പൊ വാവ നമ്മളെ പഠിപ്പിക്കുന്നത് ക്യാമറയോ? പറയൂ സാർ. അവനോടെ ക്യാമറ ഫോട്ടോ എടുപ്പാ. എടുക്ക്. നിക്കട ഒരു സെക്കൻഡ്, നീ നിക്കടെ. ഇത് ജോണി പപ്പ വിളിക്കും നിന്നെ. കൊള്ളാം ഗൈസ്, അടിപൊളി സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറേ നാളായി നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട്, എന്നാലും ജോലി ഇങ്ങനെ വന്നോട്ടേ ഇരിക്കും, അടിപൊളിയായിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയും കൊണ്ട് ഒരു ബ്ലോഗ് എടുത്ത് കീച്ചാക്കാൻ വിചാരിച്ചുകൊണ്ട് ഇട്ടതാണ്. അപ്പം എന്നാണെങ്കിലും ബ്ലോഗ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇനി കോട്ടയം ഏറ്റുമാനൂർ വഴി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യില്ലാത്തൊരു സ്ഥലമാണ് ഈ 4 മണിക്കാറ്റ്. ഈ സ്ഥലം അത്യാവശ്യം നല്ല വൈബും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പം ഓക്കെ ബൈ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ബൈ.